എല്ലാവർക്കും ആത്മനമസ്കാരം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. ബ്രഹ്മണ്യോ ബ്രഹ്മകൃത് ബ്രഹ്മാ ബ്രഹ്മ ബ്രഹ്മവിവർധനഃ ബ്രഹ്മവിദ് ബ്രാഹ്മണോ ബ്രഹ്മി ബ്രഹ്മജ്ഞോ ബ്രാഹ്മണപ്രിയഃ. ഭഗവാന്റെ 661 നാമം ബ്രഹ്മണ്യഃ. 662 ബ്രഹ്മകൃത്, 663 ബ്രഹ്മ, 664 ബ്രഹ്മ, 665 ബ്രഹ്മവിവർധനഃ, 666 ബ്രഹ്മവിദ്, 667 ബ്രാഹ്മണഃ, 668 ബ്രഹ്മി, 669 ബ്രഹ്മജ്ഞഃ, 670 ബ്രാഹ്മണപ്രിയഃ. അപ്പോൾ നമുക്ക് 661 നാമം ബ്രഹ്മണ്യഃ. ആ നാമത്തിൻ്റെ അർത്ഥം തപസ്, വേദങ്ങൾ, ബ്രാഹ്മണർ, ജ്ഞാനം എന്നിങ്ങനെ ബ്രഹ്മശബ്ദം കൊണ്ട് അറിയപ്പെടുന്നവയ്ക്ക് കാരണഭൂതനായവൻ. അതാണ് ബ്രഹ്മണ്യഃ എന്ന നാമത്തിനർത്ഥം. ബ്രഹ്മം എന്ന നാമം കൊണ്ട് തപസ്, വേദം, ബ്രാഹ്മണർ, ജ്ഞാനം എന്നിങ്ങനെയൊക്കെ ആ ബ്രഹ്മം എന്ന നാമത്തിന് ശബ്ദത്തിന് അർത്ഥമുണ്ട്. അപ്പോൾ ഈ ബ്രഹ്മം എന്ന ശബ്ദം കൊണ്ട് അറിയപ്പെടുന്നവയ്ക്കൊക്കെ കാരണമായവൻ എന്നാണ് ബ്രഹ്മണ്യഃ എന്ന നാമത്തിനർത്ഥം. 662 ബ്രഹ്മകൃത് എന്ന് വെച്ചാൽ ബ്രഹ്മം, അതായത് തപസ് മുതലായ സാധന ചെയ്യുന്നവൻ. അതാണ് ബ്രഹ്മകൃത് എന്ന നാമത്തിനർത്ഥം. അപ്പൊ ബ്രഹ്മം എന്നതുകൊണ്ട് നമ്മൾ പറഞ്ഞു തപസ്, വേദങ്ങൾ, ബ്രാഹ്മണർ, ജ്ഞാനം എന്നൊക്കെ അർത്ഥമുണ്ടെന്ന്. അപ്പൊ തുടങ്ങിയ ഈ തപസ് മുതലായ സാധനയെ ചെയ്യുന്നവനെയാണ് ബ്രഹ്മകൃത് എന്ന് വിളിക്കുന്നത്. 663 ബ്രഹ്മ, ബ്രഹ്മാവിന്റെ രൂപത്തിൽ സൃഷ്ടികർത്താവായി ഇരിക്കുന്നവൻ. അതാണ് ബ്രഹ്മ എന്ന നാമത്തിന് അർത്ഥം. 664 ബ്രഹ്മ, അതായത് സത്യാദി ലക്ഷണങ്ങളോട് കൂടിയ ബ്രഹ്മസ്വരൂപത്തിലുള്ളവൻ. അതാണ് ബ്രഹ്മം എന്ന് വിളിക്കുന്നത്. അതായത് ആ പരബ്രഹ്മത്തെ നമുക്ക് അനുഭവിച്ചു മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ സത്യാദി ലക്ഷണങ്ങളോട് കൂടിയ അനുഭവത്തിലൂടെ മാത്രം മനസ്സിലാക്കാൻ കഴിയുന്ന ബ്രഹ്മസ്വരൂപത്തിലുള്ളവൻ. അതാണ് ബ്രഹ്മം എന്ന നാമത്തിനർത്ഥം. 665 ബ്രഹ്മവിവർധനഃ എന്ന് വെച്ചാൽ ഒരു സാധകനിൽ തപസ് മുതലായ സാധന ചെയ്യാനുള്ള ആഗ്രഹത്തെ വർദ്ധിപ്പിക്കുന്നവനും ആ ഭഗവാനാണ്. അതാണ് ബ്രഹ്മവിവർധനഃ എന്ന നാമത്തിനർത്ഥം. സാധകൻ തപസ് മുതലായ സാധന ചെയ്യാനുള്ള ആഗ്രഹം അവന്റെ ഉള്ളിൽ വർദ്ധിപ്പിക്കുന്നതും ഭഗവാൻ. അതാണ് ബ്രഹ്മവിവർധനഃ. 666 ബ്രഹ്മവിത്ത്, അതായത് വേദത്തെയും വേദത്തിന്റെ അർത്ഥത്തെയും യഥാർത്ഥമായി അറിയുന്നവൻ. അതാണ് ബ്രഹ്മവിത്ത് എന്ന നാമത്തിനർത്ഥം. വേദങ്ങളെയും വേദത്തിന്റെ ഉള്ളിലുള്ള അർത്ഥത്തെയും ശരിയായി അറിയുന്നവൻ എന്ന. 667 ബ്രാഹ്മണഃ, ബ്രാഹ്മണ രൂപത്തിൽ വേദവിധികളെ ഉപദേശിക്കുന്നവൻ. അതാണ് ബ്രാഹ്മണഃ എന്ന നാമത്തിനർത്ഥം. ഒരു ബ്രാഹ്മണനായിരുന്നു കൊണ്ട് വേദവിധികളെ ഉപദേശിക്കുന്നവൻ. 668 ബ്രഹ്മി എന്ന് വെച്ചാൽ ആ ബ്രഹ്മശബ്ദം കൊണ്ട് പറയപ്പെടുന്നതെല്ലാം ഭഗവാൻ തന്നെയാണ്. ബ്രഹ്മശബ്ദം കൊണ്ട് അറിയപ്പെടുന്ന തപസ്, വേദങ്ങൾ, ബ്രാഹ്മണർ, ജ്ഞാനം എന്നിവയെല്ലാം ആ ഭഗവാൻ തന്നെ. ആ ശബ്ദം കൊണ്ട് അറിയപ്പെടുന്നതൊക്കെ ഭഗവാൻ തന്നെ. അതാണ് ബ്രഹ്മി എന്ന നാമത്തിനർത്ഥം. 669 ബ്രഹ്മജ്ഞഃ, അതായത് എല്ലാ വേദത്തെയും ജ്ഞാനത്തെയും അറിയുന്നവൻ, ബ്രഹ്മത്തെ അറിയുന്നവൻ. അതാണ് ബ്രഹ്മജ്ഞൻ എന്ന നാമത്തിനർത്ഥം. 670 ബ്രാഹ്മണപ്രിയഃ, ബ്രാഹ്മണർക്ക് പ്രിയപ്പെട്ടവൻ അല്ലെങ്കിൽ ബ്രാഹ്മണർ പ്രിയപ്പെട്ടവരായവൻ എന്നർത്ഥം. മഹാക്രമഃ, മഹാകർമ്മ, മഹാതേജ, മഹോരഗഃ, മഹാക്രതുർ, മഹായജ്വ, മഹായജ്ഞോ, മഹാഹവിഃ. ഭഗവാന്റെ 671 നാമം മഹാക്രമഃ, 672 മഹാകർമ്മ, 673 മഹാതേജാഃ, 674 മഹോരഗഃ, 675 മഹാക്രതുഃ,
676 മഹായജ്വ, 677 മഹായജ്ഞ, 678 മഹാഹവിഹി. അപ്പോൾ 671 നാമം മഹാക്രമഃ, അതായത് മഹത്തുക്കളായ പാദവിന്യാസങ്ങൾ ഉള്ളവൻ എന്നർത്ഥം. പാദവിന്യാസം എന്നാൽ കാൽവയ്പ്പുകൾ. അപ്പൊ മഹത്തായ കാൽവയ്പ്പുകൾ ഉള്ളവൻ എന്നർത്ഥം. ഭഗവാന്റെ ഓരോ ചുവടുകളാണ്, കാൽവയ്പ്പുകളാണ് ഇവിടെ കാലമായി മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ മഹത്തായ കാൽവയ്പ്പുകൾ ഉള്ളവൻ എന്നർത്ഥം. 672 നാമം മഹാകർമ്മ, ലോക സൃഷ്ട്യാദി മഹത് കർമ്മങ്ങൾ ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പൊ ലോകത്തിന്റെ സൃഷ്ടിസ്ഥിതി സംഹാരമായ മഹത് കർമ്മങ്ങളെ ചെയ്യുന്നവനായതുകൊണ്ട് ഭഗവാനെ മഹാകർമ്മ എന്ന് വിളിക്കുന്നു. 673 നാമം മഹാ തേജഃ, സൂര്യൻ മുതലായവർ ഏതൊരാളുടെ തേജസ്സുകൊണ്ട് സ്വയം തേജസ്സികളായിരിക്കുന്നുവോ ആ ഭഗവാനെയാണ് മഹാ തേജഃ എന്ന് വിളിക്കുന്നത്. ഇപ്പൊ സൂര്യൻ മുതലായവരൊക്കെ ഭഗവാന്റെ തേജസ്സുകൊണ്ടാണ് തേജസ്സികളായിരിക്കുന്നത്. ആയതിനാൽ ഭഗവാനെ മഹാ തേജഃ എന്ന് വിളിക്കുന്നു. 674 നാമം മഹോരഗഃ, മഹാ ഉരഗഃ എന്ന്. മഹാനായ ഉരഗത്തിന്റെ സ്വരൂപമുള്ളവൻ. ഏറ്റവും വലിയ ഉരഗം വാസുകിയാണ്. അതായത് വാസുകിയുടെ സ്വരൂപത്തോടു കൂടിയിരിക്കുന്നതും ഭഗവാൻ തന്നെ. അതിനാൽ ഭഗവാനെ മഹോരഗഃ എന്ന് വിളിക്കുന്നു. 675 നാമം മഹാക്രതുഹു, മഹത്തായ യാഗത്തിന്റെ മൂർത്തി, യാഗത്തിന്റെ രൂപത്തോടു കൂടിയവൻ എന്നർത്ഥം. 676 മഹായജ്വഃ, അതായത് മഹാനും ലോകസംഗ്രഹത്തിനായി യാഗാനുഷ്ഠാനം ചെയ്യുന്നവനുമായവൻ. അതായത് മഹത്തായ യാഗത്തിന്റെ സ്വരൂപത്തോടു കൂടിയതും ഭഗവാൻ തന്നെ, ആ യാഗത്തെ ചെയ്യുന്നവനും ഭഗവാൻ തന്നെ. അപ്പൊ ലോകസംഗ്രഹത്തിനായി ആരാണോ യാഗം അനുഷ്ഠിക്കുന്നത് അവനും ഭഗവാൻ തന്നെ. അതിനാൽ ഭഗവാനെ മഹായജ്വഃ എന്ന് വിളിക്കുന്നു. 677 നാമം മഹായജ്ഞഃ, മഹാനായ മഹത്തായ യജ്ഞത്തിന്റെ സ്വരൂപമുള്ളവൻ, യജ്ഞസ്വരൂപൻ എന്നർത്ഥം. 678 നാമം മഹാഹവിഹി, ആ യജ്ഞത്തിലേക്ക് സമർപ്പിക്കുന്ന മഹത്തായ ഹവിസായിരിക്കുന്നതും ഭഗവാൻ തന്നെ. ഹവിസ് എന്നാൽ ദ്രവ്യങ്ങൾ. ആ യജ്ഞത്തിലേക്ക് നമ്മൾ അർപ്പിക്കുന്ന പലവിധ ദ്രവ്യങ്ങളായിരിക്കുന്നതും ആ ഭഗവാൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭഗവാനെ മഹാഹവിഹി എന്ന് വിളിക്കുന്നത്. സ്തവ്യഃ, സ്തവപ്രിയഃ, സ്തോത്രം, സ്തുതിഃ, സ്തോതാരണപ്രിയഃ, പൂർണ്ണഃ, പൂരയിതാ, പുണ്യഃ, പുണ്യകീർത്തിരനാമയഃ. ഭഗവാന്റെ 679 നാമം സ്തവ്യഃ, 680 സ്തവപ്രിയഃ, 681 സ്തോത്രം, 682 സ്തുതിഃ, 683 സ്തോത, 684 രണപ്രിയഃ, 685 പൂർണ്ണ, 686 പൂരയിതഃ, 687 പുണ്യഃ, 688 പുണ്യകീർത്തിഃ, 689 അനാമയഃ. അപ്പോൾ 679 നാമം സ്തവ്യഃ, എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവൻ എന്നർത്ഥം. ഭഗവാൻ എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നവനാണ്. ആയതിനാൽ ഭഗവാനെ സ്തവ്യഃ എന്ന് വിളിക്കുന്നു. 680 സ്തവപ്രിയഃ, അതായത് ഭക്തിയോടെയുള്ള സ്തുതിയെ പ്രിയമായിരിക്കുന്നവൻ, അതിൽ സംതൃപ്തനാകുന്നവൻ എന്നർത്ഥം. അപ്പൊ ഭഗവാൻ ഭക്തിയോടെ, നിർമ്മലമായ മനസ്സോടും ഭക്തിയോടുമുള്ള സ്തുതിയിൽ സംതൃപ്തനാകുന്നവനാണ്. അതിനാൽ ഭഗവാനെ സ്തവപ്രിയഃ എന്ന് വിളിക്കുന്നു. 681 സ്തോത്രം, അതായത് ഏതൊന്നിനാലാണോ ഭഗവാനെ സ്തുതിക്കുന്നത് ആ സ്തോത്രമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്, ആ നാമമായിരിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. ആയതിനാൽ ഭഗവാനെ ആ സ്തോത്രം എന്നും വിളിക്കുന്നു. 682 സ്തുതിഃ, അതായത് സ്തുതിക്കുക എന്ന ക്രിയയിലൂടെ നമ്മൾ ആരാധിക്കുന്നത് ആരെയാണോ ആ ഭഗവാൻ തന്നെയാണ് ആ സ്തുതി ആയിരിക്കുന്നതും, ആ നാമരൂപത്തിലുള്ള സ്തുതി ആയിരിക്കുന്നതും
ഭഗവാൻ തന്നെ. സ്തുതിക്കാൻ ഉപയോഗിക്കുന്ന സ്തോത്രമാകുന്നതും ഭഗവാൻ തന്നെ. സ്തുതിക്കുന്ന ഭക്തിയോടുള്ള സ്തുതിയിൽ പ്രിയനാകുന്നതും ഭഗവാൻ തന്നെ. എല്ലാവരാലും സ്തുതിക്കപ്പെടുന്നതും ഭഗവാൻ തന്നെ. ഇനി 683 സ്തോത, അതായത് സ്തുതി ചെയ്യുന്ന ആ ഭക്തനും ഭഗവാൻ തന്നെയാണ് എന്ന്. അപ്പൊ ഭക്തിയോടെ ആ സ്തുതിക്കുന്ന ഭക്തനായിരിക്കുന്നതും ഭഗവാൻ തന്നെ. അതാണ് ഭഗവാനെ സ്തോത എന്ന് വിളിക്കുന്നത്. 684 രണപ്രിയ, രണം അഥവാ യുദ്ധം പ്രിയമായിരിക്കുന്നവൻ എന്നർത്ഥം. ഭഗവാന് യുദ്ധം പ്രിയമാവുക എന്നാൽ ലോക സംരക്ഷണത്തിനായി, ധർമ്മത്തെ നിലനിർത്തുന്നതിനായി ഭഗവാൻ യുദ്ധം ചെയ്യുന്നു. അങ്ങനെയുള്ള യുദ്ധം പ്രിയമായിരിക്കുന്നവൻ എന്നർത്ഥം. 685 പൂർണ്ണഹ, സകല കാമങ്ങളാലും സകല ശക്തികളാലും സമ്പന്നമായവൻ. അതാണ് ഭഗവാനെ പൂർണ്ണ. ഭഗവാൻ പൂർണ്ണനാണ്, ഒരു കുറവുമില്ലാത്തവനാണ്. അതാണ് പൂർണ്ണഹ എന്ന് വിളിക്കുന്നത്. 686 പൂരയിതഹ, എല്ലാവരെയും സമ്പത്തുക്കൾ കൊണ്ട് പൂർണ്ണന്മാരാക്കുന്നതും ഭഗവാൻ തന്നെ. ആരിലാണ് ഭഗവാൻ സംപ്രീതനാകുന്നത് അവരെയൊക്കെ സമ്പത്ത് കൊണ്ട് പൂർണ്ണന്മാരാക്കുന്നതും ഭഗവാൻ തന്നെ. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കുചേലന്റെ കഥ ഓർമ്മ വരുന്നുണ്ടാവും. അങ്ങനെ ഭക്തനെ സമ്പത്തുകൊണ്ട് പൂർണ്ണനാക്കുന്നതും ഭഗവാൻ ആയതിനാൽ ഭഗവാനെ പൂരയിതഹ എന്ന് വിളിക്കുന്നു. 687 പുണ്യഹ, ശ്രവണ ഒന്നുകൊണ്ട് മാത്രം സകല പാപങ്ങളും ക്ഷയിപ്പിക്കുന്നവൻ. അതാണ് ഭഗവാനെ പുണ്യഹ എന്ന് വിളിക്കുന്നത്. ഭഗവത് നാമ ശ്രവണം മാത്രം കൊണ്ട് ഭക്തന്റെ സകല പാപങ്ങളും ക്ഷയിപ്പിക്കുന്നവൻ എന്നർത്ഥം. 688 പുണ്യകീർത്തിഹി, പുണ്യരൂപമായ കീർത്തിയോട് കൂടിയവൻ എന്നർത്ഥം. 689 അനാമയഃ, യാതൊരു വിധത്തിലുള്ള ആദികളും വ്യാധികളും ഇല്ലാത്തവൻ. അതാണ് അനാമയഃ എന്ന നാമത്തിന് അർത്ഥം. മനോജവഃ തീർത്ഥകരഃ വസുരേതാ വസുപ്രദഃ വസുപ്രദോ വസുപ്രദഃ വാസുദേവഃ വസുഹു വസുമനാ ഹവിഹി. ഭഗവാന്റെ 690 നാമം മനോജവഃ. 691 തീർത്ഥകരഃ. 692 വസുരേതഃ. 693 വസുപ്രദഃ. 694 വസുപ്രദഃ. 695 വാസുദേവഃ. 696 വസുഹു. 697 വസുമനാ. 698 ഹവിഹി. 690 നാമം മനോജവഃ, മനസ്സിന്റെ വേഗം പോലെ അതേ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്നവൻ. അതാണ് മനോജവഃ എന്ന് പറയുന്നത്. ഭഗവാന്റെ സഞ്ചാരം എന്ന് വെച്ചാൽ മനസ്സിന്റെ വേഗം പോലെയാണ്. മനസ്സിന് എത്ര വേഗതയാണ് അല്ലെ, എത്ര മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും പോയി വരാൻ ഒരു നിമിഷ നേരം കൊണ്ട് സാധിക്കും. അപ്പൊ ആ മനസ്സിന്റെ വേഗത്തിന്റെ അത്രയും വേഗത്തിൽ സഞ്ചരിക്കുന്നവൻ, അതാണ് മനോജവഃ എന്ന നാമത്തിനർത്ഥം. 691 തീർത്ഥകരഃ, അതായത് തീർത്ഥം എന്നാൽ വിദ്യ എന്നർത്ഥം. 14 വിദ്യകളുടെയും വേദങ്ങളിലൂടെ പറയപ്പെടുന്ന വിദ്യകളുടെയും സിദ്ധാന്തങ്ങളുടെയും കർത്താവും വക്താവുമായിരിക്കുന്നവൻ. അത് ഭഗവാനാണ്. അതുകൊണ്ടാണ് ഭഗവാനെ തീർത്ഥകരഃ എന്ന് പറയുന്നത്. എല്ലാ വിദ്യകളും വേദങ്ങളിൽ പറയുന്ന അറിവുകളും ഇതെല്ലാ സിദ്ധാന്തങ്ങളും ഇതിൻ്റെയൊക്കെ കർത്താവും വക്താവുമായിരിക്കുന്നവൻ എന്നർത്ഥം. 692 വസുരേതഃ, വസു എന്നാൽ സ്വർണം, സ്വർണം രേതസായിരിക്കുന്നവൻ എന്നർത്ഥം. 693 വസുപ്രദഃ, വസുപ്രദഃ, വസു എന്നാൽ ധനം. അപ്പൊ ധനം സന്തോഷത്തോടെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. അപ്പോൾ തൻ്റെ ഭക്തന് ധനം എല്ലാ നിറവും സന്തോഷത്തോടെ നൽകുന്നവൻ എന്നർത്ഥം. 694 നാമവും വസുപ്രദഃ എന്ന് തന്നെയാണ്. ഇവിടെ വസു എന്നാൽ മോക്ഷം എന്നാണ് അർത്ഥം. അപ്പൊ ഭക്തന്മാർക്ക് സർവോത്കൃഷ്ടമായ മോക്ഷമാകുന്ന ഫലത്തെ പ്രദാനം ചെയ്യുന്നവൻ എന്നർത്ഥം. 695 വാസുദേവഃ, വസുദേവന്റെ പുത്രൻ എന്നർത്ഥം. 696 വസുഹു എന്ന് വെച്ചാൽ സർവഭൂതങ്ങളും ആരിലാണോ സ്ഥിതി ചെയ്യുന്നത്
അതുപോലെ ആരാണോ സർവഭൂതങ്ങളിലും സ്ഥിതി ചെയ്യുന്നത് അവനായിരിക്കുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാനെ വസുഹു എന്ന് വിളിക്കുന്നു. അപ്പൊ സർവഭൂതങ്ങളിലും ആരാണോ സ്ഥിതി ചെയ്യുന്നത്, അതുപോലെ സർവഭൂതങ്ങളിലും ആരാണോ സ്ഥിതി ചെയ്യുന്നത് അത് ഭഗവാൻ. അതാണ് ഭഗവാനെ വസുഹു എന്ന് വിളിക്കുന്നത്. 697 വസുമനഹ, എല്ലാ പദാർത്ഥങ്ങളിലും സാമാന്യ ഭാവത്തോടെ, അതായത് ഒരേപോലെ വസിക്കുന്ന മനസ്സുള്ളവൻ എന്നർത്ഥം. അതാണ് വസുമനഹ എന്ന നാമത്തിന് അർത്ഥം. അതായത് എല്ലാ പദാർത്ഥങ്ങളിലും ഒരുപോലെയാണ് വസിക്കുന്നത് ഭഗവാൻ എന്ന് പറഞ്ഞാൽ, ഒരു പദാർത്ഥത്തെ നമ്മൾ കണ്ടും കേട്ടും തൊട്ടും മണത്തും രുചിച്ചൊക്കെയാണ് അറിയുക അല്ലേ. അപ്പൊ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൊക്കെ ഒരേപോലെ, ആ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരേപോലെ ഒരേ സമയം ഒരേപോലെ ആ പദാർത്ഥത്തെ അറിയുന്നവൻ, അതാണ് ഭഗവാനെ എല്ലാ പദാർത്ഥങ്ങളിലും ഒരേപോലെ വസിക്കുന്ന മനസ്സുള്ളവൻ എന്ന് വിളിക്കുന്നത്. 698 ഹവിഹി, ഹവിസിന്റെ സ്വരൂപമുള്ളവൻ എന്നർത്ഥം. സദ്ഗതിഹി, സത്കൃതിഹി, സത്താ, സദ്ബോധിഹി, സത്പരായണഃ, ശൂരസേനോ യദുശ്രേഷ്ഠഃ, സന്നിവാസഃ സുയാമുനഃ. ഭഗവാന്റെ 699 നാമം സദ്ഗതിഹി, 700 സത്കൃതിഹി, 701 സത്താ, 702 സദ്ബൂധിഹി, 703 സത്പരായണഃ, 704 ശൂരസേനഃ, 705 യദുശ്രേഷ്ഠഃ, 706 സന്നിവാസഃ, 707 സുയാമുനഃ. 699 നാമം സദ്ഗതിഹി, അതായത് സത്തായിരിക്കുന്ന ഗതി, അത് ഭഗവാനാണ്. സജ്ജനങ്ങൾ എത്തിച്ചേരുന്ന ഉത്കൃഷ്ടമായ ആ സ്ഥാനം അത് ഭഗവാനാണ്. അതാണ് ഭഗവാനെ സദ്ഗതിഹി എന്ന് വിളിക്കുന്നത്. 700 സത്കൃതിഹി, സത്തായിരിക്കുന്ന കൃതിയോട് കൂടിയവൻ. കൃതി എന്നാൽ പ്രവൃത്തി, കർമ്മത്തോട് കൂടിയവൻ എന്നർത്ഥം. ഭഗവാന്റെ എല്ലാ കർമ്മങ്ങൾക്കും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോ അങ്ങനെ സത്തായിരിക്കുന്ന കർമ്മങ്ങൾ അഥവാ പ്രവൃത്തിയോട് കൂടിയവൻ, അതാണ് ഭഗവാനെ സത്കൃതിഹി എന്ന് വിളിക്കുന്നത്. 701 സത്താ, സത്ത എന്നാൽ യഥാർത്ഥത്തിൽ ഉള്ളത് എന്നർത്ഥം. അത് ഭഗവാനാകുന്ന ആ സത്ത മാത്രമേ യഥാർത്ഥത്തിൽ ഇവിടെയുള്ളൂ. ബാക്കിയെല്ലാം മായയാണ്, ഉണ്ട് എന്ന തോന്നലാണ്. യഥാർത്ഥത്തിലുള്ളത് ആ ഭഗവാനാകുന്ന സത്തയാണ്. അതാണ് സത്ത എന്നാൽ യഥാർത്ഥത്തിൽ ഇവിടെ ഉള്ളത് എന്നർത്ഥം. 702 സദ്ബൂധിഹി, അതായത് സത്സ്വരൂപനായി ഭാസിക്കുന്നവനായ പരമാത്മസ്വരൂപി, അതാണ് ഭഗവാനെ സദ്ബൂധിഹി എന്ന് വിളിക്കുന്നത്. സത്സ്വരൂപനായിട്ട് പ്രകാശിക്കുക, അതാണ് സദ്ബോധി എന്ന നാമത്തിനർത്ഥം. ഇനി 703 സത്പരായണഃ, തത്വദർശികളായ സജ്ജനങ്ങൾക്ക് ഉത്കൃഷ്ടമായ സ്ഥാനമായവൻ, അതാണ് സത്പരായണഃ എന്ന നാമത്തിനർത്ഥം. തത്വജ്ഞാനികളായവർക്ക് ഉത്കൃഷ്ടമായ സ്ഥാനമായവൻ. 704 ശൂരസേനഃ, ശൂരന്മാരായ സൈനികന്മാരുള്ള സേനയോട് കൂടിയവൻ എന്നർത്ഥം. 705 യദുശ്രേഷ്ഠഃ, യദുവംശജന്മാരിൽ ശ്രേഷ്ഠനായവൻ. ഭഗവാന്റെ പേരിലാണ് യദുവംശം വളരെ പ്രശസ്തമായത്. അപ്പോൾ യദുവംശജന്മാരിൽ ശ്രേഷ്ഠനായവൻ എന്നർത്ഥം. 706 സന്നിവാസഃ, സത്തുക്കളായ വിദ്വാൻമാർക്ക് ആശ്രയമായവൻ, അതാണ് സന്നിവാസഃ എന്ന നാമത്തിന് അർത്ഥം. 707 സുയാമുനഃ, അതായത് യാമുനഃ, സു എന്നാൽ ശോഭനന്മാരും, യാമുന എന്നാൽ യമുനാ നദിയുടെ തീരത്ത് താമസിക്കുന്നവർ എന്നർത്ഥം. അപ്പൊ ശോഭനന്മാരും യമുനാ നദീതീരവാസികളുമായവരാൽ പരിവേഷ്ടനം ചെയ്യപ്പെട്ടവൻ എന്നർത്ഥം. പരിവേഷ്ടനം ചെയ്യാന്ന് വെച്ചാൽ അവരോടൊപ്പം ജീവിച്ചവൻ എന്നർത്ഥം. അപ്പൊ യമുനാ തീരവാസികളോടൊപ്പമാണ് ഭഗവാൻ തന്റെ ബാല്യകാലം ജീവിച്ചത്. അപ്പൊ ശോഭനന്മാരും യമുനാ നദീതീരവാസികളുമായ അവരോടൊപ്പം ജീവിച്ചവൻ എന്നർത്ഥം. അതാണ് ഭഗവാനെ സുയാമുനഃ എന്ന് വിളിക്കുന്നത്.